കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന് ഇപ്പോൾ ടി.വി.കെ അറിയിക്കുകയാണ്. എല്ലാ മാസവും 5000 രൂപ വീതം നൽകും. കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തും. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും വഹിക്കും. ടി.വി.കെ സമിതി ഇന്ന് കരൂരിലെ വീടുകളിലും എത്തുന്നതായിരിക്കും. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ദുരന്തത്തിലകപ്പെട്ട കുടുംബങ്ങളെ ഏറ്റെടുക്കാൻ ഇപ്പോൾ ടി.വി.കെ സന്നദ്ധത അറിയിച്ച് മുന്നിലേക്ക് വരികയാണ്. അവരുടെ നടപടികൾ എങ്ങനെയാണ്? ഈ വീടുകളിൽ എത്തി കാര്യങ്ങളൊക്കെ അറിയിക്കും ഇന്നല്ലേ? നേരത്തെ തന്നെ ടി.വി.കെ ഈ കുടുംബങ്ങൾക്ക് ഒപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ധനസഹായമായി 20 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ടി.വി.കെ ഇപ്പോൾ 5000 രൂപ വീതം മാസം നൽകാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം ഈ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തും. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും. അതായത് ഏതുവരെ പഠിക്കണമെന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നുവോ അതുവരെ പഠിക്കാനുള്ള അവസരം ടി.വി.കെ ഒരുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ടി.വി.കെയുടെ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ടി.വി.കെയുടെ ഒരു സമിതി ഇന്ന് കരൂർ സന്ദർശിക്കുകയും ഈ ദുരന്ത ബാധിതരെ കാണുകയും ചെയ്യും. ഒരുപക്ഷെ വിജയ് 17-ാം തീയതി, അതായത് തിങ്കളാഴ്ച വിജയ് കരൂരിൽ എത്താനുള്ള വിജയ് 17-ാം തീയതി കരൂരിൽ എത്താനുള്ള, വെള്ളിയാഴ്ച എത്താനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ദുരന്തബാധിതരോടൊപ്പം ഉണ്ട് എന്ന് ആവർത്തിക്കുകയാണ് ഇത്തരം നടപടികളിലൂടെ ടി.വി.കെ ചെയ്യുന്നത്. ശരി, കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.